So far we discussed about air pollution, what is meant by air pollution, what are the factors that contributes to air pollution, and in the last class we discussed about air pollution by oxides, some gaseous pollutants like oxides of carbon, oxides of nitrogen, oxides of sulfur, and also air pollution by particulate matter and hydrocarbons, etc. Now we are moving towards the next section, that is what are the consequences of air pollutions, and the main consequences are smog formation, acid rain, ozone depletion, global warming, etc. So today we are going to discuss about smog. Smog, that is a combination of smoke and fog. Smoke and fog, that is termed as സ്മോക്ക്. സ്മോക്കിൻ്റെയും ഫോഗിൻ്റെയും കോമ്പിനേഷൻ. എന്താ സ്മോക്ക് എന്ന് പറഞ്ഞു വെച്ചാൽ, സ്മോക്ക് മീൻസ് സം സ്മോൾ പാർട്ടിക്കുലേറ്റ്സ് ലൈക്ക് സൂട്ട്, ഫ്ലൈ ആഷ്, അതിനൊക്കെയാണ് നമ്മൾ സ്മോക്ക് എന്ന് പറയുന്നത് അല്ലേ. ഈ അറ്റ്മോസ്ഫിയറിൽ കാണുന്ന സൂട്ടും ഫ്ലൈ ആഷ് പോലുള്ള ചെറിയ ചെറിയ സ്മോൾ പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ സ്മോക്ക് എന്ന് പറയുന്നത്. ഫോഗ് എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു ഹെവി മോയ്സ്ചറാണ് ഫോഗ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്മോക്ക്. സ്മോക്ക് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സ്മോക്ക് ആൻഡ് ഫോഗ്, ആൻഡ് ഇറ്റ് ഈസ് യൂഷ്വലി അപ്പിയർഡ് ആസ് എ ഡാർക്ക് ഗ്രേ അല്ലെങ്കിൽ സംടൈംസ് ഡാർക്ക് ബ്രൗൺ ഹെയ്സ് ഇൻ ദ ദാറ്റ് ഈസ് ഹാങ്ങിങ് ഇൻ എയർ. ഒരു എയറിൽ ഇങ്ങനെ ഒരു ഡാർക്ക് ഗ്രേ കളേർഡ് അല്ലെങ്കിൽ ബ്രൗൺ കളേർഡ് ഹെയ്സ് ഇങ്ങനെ ഹാങ് ചെയ്ത പോലെയാണ് കാണുന്നത്. ആൻഡ് ദാറ്റ് യൂഷ്വലി അപ്പിയേർഡ് ഇൻ ഇൻഡസ്ട്രിയൽ ഏരിയാസ്. ഇൻഡസ്ട്രിയൽ ഏരിയാസിലാണ് കൂടുതൽ ഈ സ്മോഗ് ഇൻഡസ്ട്രിയൽ ആൻഡ് റൂറൽ അർബൻ ഏരിയാസിലൊക്കെയാണ് ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ഫോർമേഷൻ ഓഫ് സ്മോഗ് ഉള്ളത്. And there are two important types of smoke called London smog and Los Angeles smog. So we can discuss each one, London smog and Los Angeles smog. So first we are going to discuss about London smog. It is also termed as sulfurous smog, and another name is classical smog. ഇതെല്ലാം ഒന്നാണ്, London smog or sulfurous smog or classical smog. So first we can check why London smog. This smog was first observed in London in the year 1952, and in that London during this year 1952 a dark ഗ്രേ ഹെയ്സ് ഈസ് ഒബ്സർവ്ഡ്. ഒരു ഡാർക്ക് കളേർഡ് ഹെയ്സ് ആണ് ഒബ്സർവ് ചെയ്തത്. അതുകൊണ്ടാണ് ഈ സ്മോഗിന് ലണ്ടൻ സ്മോഗ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഫസ്റ്റ് ഒബ്സർവ്ഡ് ഇൻ ലണ്ടൻ ഇൻ 1952 ആൻഡ് ഇറ്റ് ഈസ് അപ്പിയർഡ് ആസ് എ ഡാർക്ക് ഗ്രേ ഹെയ്സ്. സോ ദ നെയിം ലണ്ടൻ സ്മോഗ്. ഇനി എന്താ നമുക്ക് നോക്കാം ഈ സൾഫ്യൂറസ് സ്മോഗ്. ദിസ് ഈസ് മെയിൻലി ഒക്കേഴ്സ് ഡ്യൂറിങ് കൂൾ ഹ്യൂമിഡ് ക്ലൈമറ്റ് ആകുമ്പോഴാണ് ഇത് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി. ഇറ്റ് ഈസ് യൂഷ്വലി ഒക്കേഴ്സ് ഡ്യൂറിങ് cool humid climate, and it appeared as a dark grey haze. ഇത് എങ്ങനെയാണ് അപ്പിയർ ചെയ്യുന്നത്? ഇറ്റ് അപ്പിയർഡ് ആസ് എ ഡാർക്ക് ഗ്രേ ഹെയ്സ്, പർട്ടിക്കുലർലി ഇൻ വിൻ്റർ മോർണിംഗിലൊക്കെയാണ് അത് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലുള്ളത്. Whereas London smog or sulfurous smog, that is usually occur in cool humid climate, and it appeared as dark grey haze and usually in winter morning. Now we can check what is sulfurous smog or London smog. അപ്പോൾ സ്മോഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആൾറെഡി അറിയാം, ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സ്മോക്ക് ആൻഡ് fog, and this sulfurous smog or London smog also contains high concentration of sulfur oxides. സൾഫർ ഡയോക്സൈഡും അല്ലെങ്കിൽ സൾഫർ ട്രയോക്സൈഡും ഒക്കെ ഉണ്ടായിരിക്കും. So എന്താ ലണ്ടൻ സ്മോഗ്? ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സ്മോക്ക് ആൻഡ് ഫോഗ് പ്ലസ് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സൈഡ്സ് ഓഫ് സൾഫർ ലൈക്ക് SO2 ആൻഡ് SO3. ഈ ഓക്സൈഡ്സ് ഓഫ് സൾഫറിനെ കൂടാതെ തന്നെ ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാവാം, അല്ലെങ്കിൽ അമോണിയം ബൈസൾഫേറ്റ് NH4HSO4 കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മൊത്തം കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലണ്ടൻ സ്മോഗ് ഓർ സൾഫ്യൂറസ് സ്മോഗ്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സ്മോക്ക് പ്ലസ് ഫോഗ്. ഇത് മൊത്തം സ്മോഗ് എന്ന് പറയും. സൾഫ്യൂറസ് സ്മോഗ് ആകുമ്പോൾ ദാറ്റ് വിൽ കണ്ടെയ്ൻ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സൈഡ്സ് ഓഫ് സൾഫർ along with the sulfuric acid and ammonium bisulfate.
സോ നമ്മൾ മനസ്സിലാക്കി ലണ്ടൻ സ്മോഗ് ഓർ സൾഫ്യൂറസ് സ്മോഗ് കണ്ടെയ്ൻ സ്മോക്ക് പ്ലസ് ഫോഗ് പ്ലസ് ഓക്സൈഡ്സ് ഓഫ് സൾഫർ, സൾഫ്യൂരിക് ആസിഡ്, അമോണിയം ബൈസൾഫേറ്റ് ഒക്കെ അല്ലേ. അതെങ്ങനെയാണ് ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. സൾഫർ നമ്മൾ ഈ കോള് ഫോസിൽ ഫ്യൂൽസൊക്കെ ബേൺ ചെയ്യുമ്പോൾ സൾഫർ ഉണ്ടായിരിക്കും. ദാറ്റ് സൾഫർ വിൽ കമ്പൈൻ വിത്ത് ഓക്സിജൻ. S+O2 gives SO2, സൾഫർ ഡയോക്സൈഡ് ഉണ്ടാവും. ദെൻ SO2 plus half O2 gives SO3, സൾഫർ ട്രയോക്സൈഡ് അങ്ങനെയാണ് ഉണ്ടാവുന്നത്. ദെൻ SO2 plus half O2 plus H2O കൂടി അറ്റ്മോസ്ഫിയറിൽ ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് H2SO4. Again SO2 plus half O2 plus H2O. നമ്മൾ അറ്റ്മോസ്ഫിയറിൽ അമോണിയ ഉണ്ടെങ്കിൽ, അമോണിയ എന്ന് പറഞ്ഞാൽ NH3 ആണ് കേട്ടോ. സോ ദാറ്റ് വിൽ ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് NH4 HOSO4. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രോസസ്സ് വഴിയാണ് നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ ഈ കണ്ടൻറ്റൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ സ്മോക്കും ഫോഗും ഉണ്ട്, കൂടെ ഇത്രയും ഈ സൾഫറിൻ്റെ ഇത്രയും കോമ്പൗണ്ട്സ് കൂടി ഉണ്ടെങ്കിൽ നമ്മളതിനെ എന്ത് പറയുന്നു? സൾഫ്യൂറസ് സ്മോഗ് എന്ന് പറയുന്നു. ആൻഡ് ഇറ്റ് അപ്പിയർഡ് ആസ് എ ഡാർക്ക് ഗ്രേ ഹെയ്സ്. ഓക്കെ, നോ നീഡ് ടു സ്റ്റഡി ദ ഇക്വേഷൻസ്. നിങ്ങളുടെ സിലബസിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് യു ക്യാൻ ഒമിറ്റ് ദ ഇക്വേഷൻസ് വേണമെന്നില്ല ഓപ്പൺ കോഴ്സിന്. ഓക്കെ, ബട്ട് ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. നമുക്കൊരു പ്രശ്നമില്ലാതെ എഴുതാൻ പറ്റുന്ന ഇക്വേഷൻസ് ആണ്. നമുക്കൊരു കണ്ടിന്യൂറ്റി ഉണ്ടല്ലോ, അതുകൊണ്ട് ജസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്തുള്ളൂ. ഇഫ് യു ലൈക്ക് യു ക്യാൻ ലേൺ ഇറ്റ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. സോ ഇതിൻ്റെ കോമ്പിനേഷനെയാണ് നമ്മൾ സൾഫ്യൂറസ് സ്മോഗ് എന്ന് പറയുന്നത്. അപ്പോൾ സൾഫ്യൂറസ് സ്മോഗിനെ നമ്മൾ ലണ്ടൻ സ്മോഗ് എന്ന് പറയുന്നു. വൈ? ഫസ്റ്റ് ലണ്ടനിലാണ് ഒബ്സർവ് ചെയ്തത്. ദെൻ സൾഫ്യൂറസ് സ്മോഗ് എന്ന് പറയാനുള്ള കാരണം സ്മോക്കും ഫോഗും പിന്നെ സൾഫറിൻ്റെ ഈ കോമ്പൗണ്ടും ഉണ്ട്. ദെൻ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ക്ലാസിക്കൽ സ്മോഗ് എന്ന് കൂടി പറയുന്നു. ദെൻ SO2 എന്ന് പറയുന്നത് ഒരു നല്ല റെഡ്യൂസിങ് ഏജൻ്റാണ്. റെഡ്യൂസിങ് ഏജൻറ്റ്, ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ SO2 ഒരു നല്ല റെഡ്യൂസിങ് ഏജൻ്റ് ആയതുകൊണ്ട് ഈ സ്മോഗിനെ തന്നെ മൊത്തം നമ്മൾ റെഡ്യൂസിങ് സ്മോഗ് എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഏത് ചോദിച്ചാലും നിങ്ങൾ ഇത് തന്നെയാണ് എഴുതേണ്ടത്. ലണ്ടൻ സ്മോഗ്, സൾഫ്യൂറസ് സ്മോഗ്, ക്ലാസിക്കൽ സ്മോഗ്, റെഡ്യൂസിങ് സ്മോഗ് എല്ലാം പറഞ്ഞാൽ എന്താണ്? സ്മോക്ക് പ്ലസ് ഫോഗ് പ്ലസ് ഓക്സൈഡ്സ് ഓഫ് സൾഫർ ആൻഡ് സം ഓഫ് ദിസ് കോമ്പൗണ്ട്, സൾഫ്യൂരിക് ആസിഡ്, അമോണിയം ബൈസൾഫർ. അതിൻ്റെ കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെഡ്യൂസിങ് സ്മോഗ് എന്ന് പറയുന്നത്. യൂഷ്വലി ഫൗണ്ട് ഇൻ കൂൾ ഹ്യൂമിഡ് ക്ലൈമറ്റിലാണ് അത് ഫോം ചെയ്യുന്നത്. So we learn about sulfurous smoke. Then what is the reason for sulfurous smoke? It is due to the burning of ഫ്യൂവൽ കണ്ടെയ്നിങ് സൾഫർ ഉള്ള ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോഴാണ് ഓക്സൈഡ്സ് ഓഫ് സൾഫർ ഉണ്ടാകുന്നത്. അപ്പോഴാണ് അത് സ്മോക്കും ഫോഗുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് സൾഫ്യൂറസ് സ്മോഗ് ഉണ്ടാകുന്നത്. സോ റീസൺ ഫോർ സൾഫ്യൂറസ് സ്മോഗ് ഈസ് ദ കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽ കണ്ടെയ്നിങ് സൾഫർ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വി വാണ്ട് ടു സ്റ്റഡി ദ ഡിട്രിമെൻ്റൽ എഫക്റ്റ് ഓർ ദ ഹാംഫുൾ എഫക്ട്സ്. ഡിട്രിമെൻ്റൽ എഫക്ട്സ് ഓഫ് സൾഫ്യൂറസ് സ്മോഗ്. എന്താണ് ഈ സൾഫ്യൂറസ് സ്മോഗ് ഉണ്ടായുള്ള പ്രശ്നങ്ങൾ? The sulfurous smog will irritates eyes. Eyesന് ഇറിറ്റേഷൻ ഉണ്ടാക്കും. nose, throat and lungs. It irritates nose, eyes, throat and lungs, and also leads to pneumonia. It will leads to pneumonia, bronchitis. ഇതെല്ലാം ഉണ്ടാക്കും. ഈ സൾഫ്യൂറസ് സ്മോഗ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ that will leads to pneumonia, bronchitis, then some respiratory problems. ഇത് നമ്മളെല്ലാത്തിലും പറയാനുള്ള പ്രോബ്ലംസ് തന്നെയാണ് അല്ലേ. എയർ പൊല്യൂഷൻ വരുമ്പോൾ നമ്മൾ ആ എയർ ഇൻഹെയിൽ ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. അത് എഴുതി വെച്ചാൽ മതി. ന്യൂമോണിയ, ബ്രോങ്കൈറ്റിസ്, റെസ്പിറേറ്ററി പ്രോബ്ലംസ്, ഓൾസോ ലങ് ക്യാൻസർ. ഓക്കെ, so that are the detrimental effect. And if such a smog is there is pure visibility. നമുക്ക് ശരിക്ക് കാണാൻ പറ്റില്ല അല്ലേ. ഒരു സ്മോഗ് ഉണ്ടായിരുന്നെങ്കിൽ ആ ഭാഗം ഇങ്ങനെ നമുക്ക് വിസിബിലിറ്റി കുറയും. അങ്ങനെ ഡ്യൂ ടു ദ പ്യുവർ വിസിബിലിറ്റി ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ആക്സിഡൻസ്. അപ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. And in London, it was first observed in London in the year 1952 ആണ്. ഓക്കെ, അവിടെ ആ ഹെയ്സ് 5 days സസ്റ്റെയിൻ ചെയ്ത് നിന്നു എന്നാണ് പറയുന്നത്. ആ ഹെയ്സ്, ആ ഉണ്ടായ സൾഫ്യൂറസ് സ്മോഗ് 5 days കണ്ടിന്യൂസ് ആയി നിന്നിട്ട് ആൻഡ് ദാറ്റ് കോസ്ഡ് ദ ഡെത്ത് ഓഫ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, 4,000 to 5,000 ആൾക്കാർ
അവിടെ മരണപ്പെട്ടു എന്നാണ് പറയുന്നത് ബിക്കോസ് ഓഫ് ദിസ് സൾഫ്യൂറസ് സ്മോക്ക് ആൻഡ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ വേർ ഇൻ ഇൽ ആൻഡ് ഡ്യൂ ടു ദിസ് പ്യുവർ വിസിബിലിറ്റി ദ റൊക്കേഴ്സ് ആക്സിഡൻറ്റ്സ് ഇതെല്ലാം കൂടി ആയിരിക്കും കേട്ടോ ഈ കണക്ക്. അങ്ങനെ ആക്സിഡൻറ്റുകളൊക്കെ ഉണ്ടായിട്ടാണ് അത്രയും ടെറിബിൾ ഒരു എഫക്റ്റ് ആയിരുന്നു ലണ്ടൻ സ്മോക്ക് അല്ലെങ്കിൽ സൾഫ്യൂറസ് സ്മോക്ക്. ഇവിടെ ലണ്ടനിൽ മാത്രമല്ല നമ്മളെ ഇന്ത്യയിൽ കൽക്കത്തയിൽ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ദെൻ വേറെ കാരിയോ, ഷാങ്കായ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബീജിങ് അങ്ങനെയൊക്കെ ചൈനയിലുള്ള അങ്ങനെയൊക്കെയുള്ള ഹൈലി പോപ്പുലേറ്റഡ് സിറ്റീസ് അവിടെയൊക്കെയാണല്ലോ കൂടുതൽ ഫ്യൂൽസൊക്കെ ബേൺ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റീസിലൊക്കെയാണ് ഈ സൾഫ്യൂറസ് സ്മോഗ് ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ സൾഫ്യൂറസ് സ്മോഗ് എന്താണ്, റീസൺ, അതിൻ്റെ ഡിട്രിമെൻ്റൽ എഫക്റ്റ്. ഹൗ വി ക്യാൻ പ്രിവെൻറ്റ് ദ സൾഫ്യൂറസ് സ്മോഗ്, എങ്ങനെ ചെയ്യാം നമുക്ക്? ജസ്റ്റ് റെഡ്യൂസ് ചെയ്യുക അല്ലെ, ബേണിംഗ് ഓഫ് കോൾ, സൾഫർ കണ്ടെയ്നിങ് ഇതിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ സൾഫർ ആദ്യം റിമൂവ് ചെയ്തിട്ട് വേണം അത് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ഒരു മെത്തേഡ് സ്ട്രിക്റ്റ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യുക. ഈ ബേണിങ്ങിനൊക്കെ തടയാനുള്ള സ്ട്രിക്റ്റ് എൻവയോൺമെൻറ്റൽ കൺസേണൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ലണ്ടൻ സ്മോഗ് ഓർ സൾഫ്യൂറസ് സ്മോഗ് ദാറ്റ് ഇസ് ഓവർ. നെക്സ്റ്റ് വി വാണ്ട് ടു സ്റ്റഡി ലോസ് ഏഞ്ചലസ് സ്മോഗ് ഓർ ഫോട്ടോകെമിക്കൽ സ്മോഗ്. ഓക്കെ, ഈ രണ്ട് സ്മോഗ് നമ്മൾ ഓൾറെഡി ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്സൈഡ്സ് ഓഫ് സൾഫറിലാണ് സൾഫ്യൂറസ് സ്മോഗ് പറഞ്ഞത്, ഓക്സൈഡ്സ് ഓഫ് നൈട്രജനിലാണ് നമ്മൾ ഇയാളെ പറഞ്ഞത് അല്ലേ. അപ്പോൾ എന്താ നോക്കി നോക്കാം. ലോസ് ഏഞ്ചലസ് സ്മോഗ്, ദ നെയിം ദാറ്റ് ഈസ് ഡ്യൂ ടു ദ ടെറിബിൾ എഫക്റ്റ് experienced in Los Angeles in 1944. 1944 ലോസ് ഏഞ്ചൽസിൽ ഉണ്ടായൊരു ടെറബിൾ സ്മോഗാണ് എന്ത്, ലോസ് ഏഞ്ചലസ് സ്മോഗ് എന്ന് പറയുന്നത്. ഇറ്റ് അപ്പിയേർഡ് ആസ് എ ഡാർക്ക് ബ്രൗൺ ഹേസ് ആയിട്ട്, ഒരു ബ്രൗൺ കളേർഡ് ഹേസാണ്. ഈ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ഒരു ബ്രൗൺ കളറാണ് കേട്ടോ, NO2 ഒരു ബ്രൗൺ കളറാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബോട്ടണി കുട്ടികൾക്ക് അറിയാം, അവർ സോൾട്ട് അനാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ NO2 നൈട്രേറ്റിൻ്റെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ബ്രൗൺ ഗ്യാസ് വരും, അങ്ങനെയാണ് അത് നൈട്രേറ്റ് ആണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഡാർക്ക് ബ്രൗൺ ഹേസാണ് ഈ ലോസ് ഏഞ്ചലസ് സ്മോഗിൻ്റെ കളർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണെന്ന്, നെയിം വന്നത് ഇങ്ങനെ ഇവിടെ ഫസ്റ്റ് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്തതുകൊണ്ടാണ്. ആൻഡ് ദ ഫോട്ടോകെമിക്കൽ സ്മോഗ് ഇവിടെ നമ്മൾ പറഞ്ഞു ദാറ്റ് ഈസ് യൂഷ്വലി ഇൻ കൂൾ ഹ്യൂമിഡ് ക്ലൈമറ്റ് എന്ന് പറഞ്ഞു അല്ലേ. ആൻഡ് ദിസ് ഫോട്ടോകെമിക്കൽ സ്മോഗ് ഈസ് യൂഷ്വലി ഇൻ എ വാം ഡ്രൈ സണ്ണി ക്ലൈമറ്റിലാണ് അത് ഉണ്ടാവുക. സണ്ണി ക്ലൈമറ്റ്, ഇത് ആലോചിച്ചാൽ മതി. ഫോട്ടോകെമിക്കൽ എന്ന് വെച്ചാൽ ഫോട്ടോ എനർജി ഉണ്ടാകുന്നത് സണ്ണി ക്ലൈമറ്റിലാണ് ഉണ്ടാവുക അല്ലേ. സോ ദ ലോസ് ഏഞ്ചലസ് സ്മോഗ് ഓർ ഫോട്ടോകെമിക്കൽ സ്മോഗ് ഈസ് യൂഷ്വലി ഒബ്സർവ്ഡ് ഇൻ വാം ഡ്രൈ സണ്ണി ക്ലൈമറ്റ്. And the components are, it includes oxides of nitrogen, nitrogenൻ്റെ oxides ഉണ്ടായിരിക്കും, along with ozone ഉണ്ട്, then formaldehyde എന്ന് പറഞ്ഞാൽ ഫോർമാലിൻ, നമ്മളിങ്ങനെ കേടുവരാതെ ഇതായിട്ട് യൂസ് ചെയ്യില്ല, പ്രിസർവേറ്റീവായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫോർമാൽഡിഹൈഡ്. ഓക്കെ, HCHO എന്ന് റെപ്രസെൻ്റ് ചെയ്യും കേട്ടോ, ഫോർമാൽഡിഹൈഡ്. ആൻഡ് അതർ വോളറ്റൈൽ ഓർഗാനിക് കമ്പോണൻസ് ലൈക്ക് ആൾഡിഹൈഡ്, കീറ്റോൺ എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോട്ടോകെമിക്കൽ സ്മോഗ്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സ്മോക്ക്, ഫോഗ് along with oxides of nitrogen. ഇതാണ് പ്രധാനമായിട്ടുള്ള ആൾ, along with ozone, formaldehyde, volatile organic compounds. So Los Angeles smog or photochemical smog contains smoke, fog and components of NO, that is nitric oxides of nitrogen, ozone, formaldehyde, volatile organic compounds like aldehydes, ketones, etc. So next we and you know this contains oxides of nitrogen, NOx and ozone. Both are oxidizing agents. നമ്മൾ നേരത്തെ പറഞ്ഞു സൾഫർ റെഡ്യൂസിങ് ഏജൻ്റ് ആണെന്ന് അല്ലേ, പക്ഷേ ഈ സ്മോഗിലുള്ള NOxും ഓസോണും ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. സോ ദിസ് സ്മോഗ് ഈസ് ഓൾസോ ടേംഡ് ആസ് ഓക്സിഡൈസിങ് സ്മോഗ് എന്നുകൂടി ഇതിനെ പറയാറുണ്ട്. മറ്റേത് റെഡ്യൂസിങ് സ്മോഗ് ആയിരുന്നു. ആൻഡ് ദിസ് ഫോട്ടോകെമിക്കൽ സ്മോഗ് ഓർ ലോസ് ഏഞ്ചലസ് സ്മോഗ് ഈസ് ഓൾസോ ടേംഡ് ആസ് ഓക്സിഡൈസിങ് സ്മോഗ് എന്ന് നമുക്ക് ഇതിനെ പറയാൻ പറ്റും. ഓക്കെ, now we want to check the formation, how this is formed in the atmosphere. Formation of photochemical smoke. നമുക്കറിയാം ഫോട്ടോകെമിക്കൽ സ്മോക്ക് contains these things.
here the photochemical smog contains secondary pollutants produced from primary pollutants. Primary ആരൊക്കെയാണ്? NOx, ഹൈഡ്രോകാർബൺസ്, ഇതാണ് പ്രൈമറി. ഇവരെല്ലാവരും ബേൺ ചെയ്യുമ്പോൾ, ഫോസിൽ ഫ്യൂൽസ് ബേൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അൺബേൺഡ് ആയിട്ടുള്ള ഹൈഡ്രോകാർബൺസൊക്കെ റിലീസ് ചെയ്യുന്നു. ഇത് കുറേ റിയാക്ഷൻസ് നടത്തിയിട്ടാണ് സെക്കൻഡറി പൊല്യൂട്ടൻസ് ലൈക്ക് ഓസോൺ, പിന്നെ ആൾഡിഹൈഡ്, കീറ്റോണ എന്നൊക്കെ പറഞ്ഞില്ല, അവരൊക്കെ ഉണ്ടാകുന്നത്. സോ ദ ഫോർമേഷൻ ഓഫ് ഫോട്ടോകെമിക്കൽ സ്മോക്ക്, ദ ഫോട്ടോകെമിക്കൽ സ്മോക്ക് കണ്ടെയ്ൻസ് സെക്കൻഡറി പൊല്യൂട്ടൻസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം പ്രൈമറി പൊല്യൂട്ടൻസ് ലൈക്ക് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, ഹൈഡ്രോകാർബൺസ്. എങ്ങനെയാണ് നമുക്ക് ഉണ്ടാവുന്നത് നമുക്കൊന്ന് നോക്കി നോക്കാം. ഫോർ എക്സാമ്പിൾ, during the burning of fossil fuels that will release NO, nitric oxide റിലീസ് ചെയ്യുന്നുണ്ട്. That NO, 2NO plus O2 gives 2NO2. NO2 അങ്ങനെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവും. ദെൻ ഈ NO2 ഫോട്ടോകെമിക്കലി ബ്രേക്ക് ഡൗൺ. ദാറ്റ് മീൻസ് HNU എന്ന് പറയുന്നത് ലൈറ്റാണ്. ലൈറ്റിനെയാണ് നമ്മൾ HNU പറയുന്നത്. അതായത് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ NO2 വിൽ സ്പ്ലിറ്റ് ഇൻ ടു NO ആൻഡ് O, ഓക്സിജൻ ആറ്റമായിട്ട് മാറും. ഓക്കെ, ദാറ്റ് ഓക്സിജൻ ആറ്റം വിൽ കമ്പൈൻ വിത്ത് ഓക്സിജൻ ടു ഫോം ഓസോൺ. അപ്പോൾ നോക്കൂ, ഒരു സെക്കൻഡറി പൊല്യൂട്ടൻ്റ് ഇവിടെ ഉണ്ടായി പ്രൈമറിയിൽ നിന്ന് ഫോട്ടോകെമിക്കൽ റിയാക്ഷൻസ് വഴി സെക്കൻഡറി പൊല്യൂട്ടൻ്റ് ആയിട്ടുള്ള ഓസോൺ ഉണ്ടായി. വി ആർ ഡിസ്കസിങ് ഫോർമേഷൻ ഓഫ് ഫോട്ടോകെമിക്കൽ സ്മോക്ക്. അതായത് പ്രൈമറി പൊല്യൂട്ടൻസിനെ ഫോട്ടോ റിയാക്ഷൻ നടന്നിട്ട് സെക്കൻഡറി പൊല്യൂട്ടൻസ് ഉണ്ടാവും. അങ്ങനെയാണ് ഫോട്ടോകെമിക്കൽ സ്മോക്ക്. അതുകൊണ്ടാണ് ഫോട്ടോകെമിക്കൽ എന്നുള്ള പേര് വന്നത്. നോക്കൂ, സൺലൈറ്റിൻ്റെ പ്രസൻസിലാണ് ഈ ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ നടക്കുന്നത്. അങ്ങനെ പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറി ഉണ്ടാവും, ഓസോൺ ഉണ്ടാവും. ആ ഓസോൺ വീണ്ടും NO2നെ ആ ഓസോൺ that will NO will react with the ozone to form NO2 plus O2. അതായത് വീണ്ടും NO2 ജനറേറ്റ് ചെയ്യും. അത് വീണ്ടും ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും, വീണ്ടും ഓസോൺ ഉണ്ടാവും, വീണ്ടും അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഫോട്ടോകെമിക്കൽ സ്മോക്കിൽ ഓസോണും ഉണ്ട്, NO2 ഉണ്ടായിരിക്കും. ഈ ഓസോണും NO2വും വൊളട്ടൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സുമായിട്ട് റിയാക്ട് ചെയ്യും. എന്താ വൊളട്ടൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോകാർബൺസ് ഇല്ലേ, അതായത് മറ്റേ ലീക്കേജ് വഴിയൊക്കെ നമ്മൾ അറ്റ്മോസ്ഫിയറിൽ വരുന്ന വൊളട്ടൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സുമായിട്ട് അത് റിയാക്ട് ചെയ്യും. വൊളട്ടൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് വിൽ റിയാക്ട് വിത്ത് NO2 ടു ഗീവ് കമ്പോണൻസ് ഓഫ് സ്മോക്ക്. ഈ ആൾഡിഹൈഡ്, കീറ്റോൺസ് അങ്ങനത്തെ സ്മോഗിലെ കമ്പോണൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ വൊളട്ടൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഓസോണുമായിട്ട് റിയാക്ട് ചെയ്തിട്ടും കമ്പോണൻസ് ഓഫ് സ്മോഗ് ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഫോട്ടോകെമിക്കൽ സ്മോഗ് ഫോം ചെയ്യുന്നത്. ഇതാണ് പ്രൈമറി NOxും ഹൈഡ്രോകാർബൺസ്. അത് ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ നടത്തിയിട്ട് സെക്കൻഡറി പൊല്യൂട്ടൻസ് ലൈക്ക് ഓസോൺ, കമ്പോണൻസ് ഓഫ് സ്മോഗ് ലൈക്ക് ഫോർമാൽഡിഹൈഡ്, ആൾഡിഹൈഡ്, കീറ്റോൺ. പിന്നെ ഒരാളുണ്ട് പെറോക്സി അസറ്റൈൽ നൈട്രേറ്റ് എന്ന് പറയും. പാൻ എന്ന് ആലോചിച്ചാൽ മതി. പാൻ അതൊരു ഇങ്ങനെ റിയാക്ട് ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോട്ടോകെമിക്കൽ സ്മോഗ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഫോർമേഷൻ പ്രൈമറിയെ ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ നടത്തിയിട്ട് സെക്കൻഡറി പൊല്യൂട്ടൻസ് ഉണ്ടാകും. അതിൻ്റെ കോമ്പിനേഷനെയാണ് ഫോട്ടോകെമിക്കൽ സ്മോഗ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം ഓസോൺ എന്നുള്ളത് നല്ലതാണ് നമ്മൾ പഠിച്ചതല്ലേ. ഓസോൺ അംബ്രല്ല പ്രൊട്ടക്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. ആ സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഓസോൺ അവിടെ നിൽക്കട്ടെ, പക്ഷേ വെൻ ഇറ്റ് റീച്ചസ് ദ ഗ്രൗണ്ട് ലെവൽ, നമ്മളുടെ ട്രോപ്പോസ്ഫിയറിലേക്ക് വരുമ്പോൾ അതൊരു പൊല്യൂട്ടൻ്റ് ആണ്. ഓസോൺ എന്ന് പറയുന്നത് ഒരു പൊല്യൂട്ടൻ്റ് ആണ്. സ്ട്രാറ്റോസ്ഫിയർ അത് നല്ല വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഗ്രൗണ്ട് ലെവലിൽ അതൊരു പൊല്യൂട്ടൻ്റ് ആണ്. സോ മേജർ കമ്പോണൻസ് പറഞ്ഞാൽ നൈട്രജൻ്റെ ഓക്സൈഡ്സും ഓസോണും പിന്നെ വൊളട്ടൈൽ ഓർഗാനിക് കമ്പോണൻസും ആണ്. So next we want to study the detrimental effect. What are the aftermaths of photochemical smoke? So the main constituents in the photochemical smoke are oxides of nitrogen, ozone and volatile organic compounds like aldehyde, ketone, formalin, peroxyacetyl nitrate, PAN, etc. And these have some harmful effects. For example, PAN and ozone that will irritate eye. ഐനെ ഇറിറ്റേറ്റ് ചെയ്യും ഓസോണും പാനൊക്കെ. ആൻഡ് സോ ദാറ്റ് വിൽ ലീഡ്സ് ടു റെസ്പിറേറ്ററി പ്രോബ്ലംസ്. ഐ ഇറിറ്റേഷൻ ഉണ്ടാവും, റെസ്പിറേറ്ററി പ്രോബ്ലംസും ഉണ്ടായിരിക്കും. ദെൻ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ട് പറഞ്ഞു അല്ലേ, ദേ ആർ കാർസിനോജനിക് എന്ന് പറഞ്ഞാൽ ക്യാൻസർ പ്രൊഡ്യൂസ് ചെയ്യും. സോ
ഫോട്ടോകെമിക്കൽ സ്മോഗ് ഉണ്ടെങ്കിൽ അതിൽ volatile organic compounds ഉണ്ടാവും ദാറ്റ് ആർ കാർസിനോജനിക്. പിന്നെ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ NOx ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ഇറിറ്റേറ്റ്, നോസിന് ഇറിറ്റേഷൻ ഉണ്ടായിരിക്കും, ത്രോട്ടിന് ഇറിറ്റേഷൻ ഉണ്ടായിരിക്കും. സോ ദാറ്റ് വിൽ ലീഡ്സ് ടു റെസ്പിറേറ്ററി പ്രോബ്ലംസ്, ഹെഡ് ഏക്ക് ഉണ്ടാക്കും. ദെൻ ചെസ്റ്റ് പെയിൻ, ചെസ്റ്റ് പെയിൻ ഉണ്ടായിരിക്കും, കഫ്, ചുമ ഉണ്ടായിരിക്കും, ബ്രോങ്കൈറ്റിസ്, ആസ്മ, ലങ് ക്യാൻസർ. നമ്മളെല്ലാത്തിനും പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാം. സോ NOxൻ്റെ പ്രസൻസ് ദാറ്റ് വിൽ ഇറിറ്റേറ്റ് നോസ്, ത്രോട്ട്, ഫോം റെസ്പിറേറ്ററി പ്രോബ്ലം, ഹെഡ് ഏക്ക്, ചെസ്റ്റ് പെയിന്, കഫ്, ലങ് ക്യാൻസർ എക്സെട്ര. ദെൻ ഈ ഫോട്ടോകെമിക്കൽ സ്മോഗ് നമുക്ക് മാത്രമല്ല, ദാറ്റ് വിൽ എഫക്റ്റ് പ്ലാന്റ്സ് ഓൾസോ. If the concentration of NOx is high, that will damage leavesine അത് ഡാമേജ് ചെയ്യും ആൻഡ് റിട്ടാർഡ് photosynthetic abilityയെ റിട്ടാർഡ് ചെയ്യും. സോ ഇൻ ദ കേസ് ഓഫ് പ്ലാന്റ്സ് ഇറ്റ് വിൽ ഡാമേജ് ദ ലീവ്സ് ആൻഡ് റിട്ടാർഡ് photosynthetic ആക്ഷൻ. ദെൻ സിക്സ്ത് പറയുന്നത് ഫോട്ടോകെമിക്കൽ സ്മോഗ് ഉള്ള സ്ഥലത്ത് ക്രാക്കിംഗ് ഓഫ് റബ്ബർ എന്തെങ്കിലും മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അത് ക്രാക്കിംഗ് നടക്കും. ക്രാക്കിംഗ് ഓഫ് റബ്ബർ, പെയിൻറ്റിൻ്റെ ഡീകളറൈസേഷൻ, പെയിൻ്റ് എല്ലാം ഡീകളറൈസ് ചെയ്യപ്പെടും. ഈ NOx അതിനൊക്കെ ഡീകളറൈസ് ചെയ്യും. മെറ്റൽസ്, കൊറോഷൻ ഓഫ് മെറ്റലിനെ കൊറോഡ് ചെയ്യും ഒക്കെ. ബിൽഡിംഗ് മെറ്റീരിയൽസിനെയൊക്കെ അത് ഡീജനറേറ്റ് ചെയ്യിക്കും. സോ ദീസ് ആർ ദ ഡിട്രിമെൻ്റൽ എഫക്റ്റ്. ഇത് ഇറിറ്റേഷൻ, റെസ്പിറേറ്ററി പ്രോബ്ലം, കാർസിനോജനിക് ആണ്. ഇത് നോസ്, ത്രോട്ട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കും. പ്ലാന്റ്സിനെയും അത് എഫക്റ്റ് ചെയ്യും. ദെൻ ക്രാക്കിംഗ് ഓഫ് റബ്ബർ, ഡീകളറേഷൻ ഓഫ് പെയിൻസ്, കൊറോഷൻ ഓഫ് മെറ്റൽ, degeneration of building material stones that will occur. Next we can check how can we control photochemical smog. Photochemical smogനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം? ഫോട്ടോകെമിക്കൽ സ്മോഗ് ഉണ്ടാവുന്നത് ആദ്യം പ്രൈമറി പൊല്യൂട്ടൻസ് ആയിട്ടുള്ള NOx എന്ത് ചെയ്യുന്നു, കമ്പൈൻ ചെയ്തിട്ട് അതിന് ഫോട്ടോകെമിക്കൽ റിയാക്ഷൻസ് നടത്തിയിട്ട് ഓസോണ്, അതർ വോളട്ടൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സിന്. അപ്പോൾ ഇത് സെക്കൻഡറി അല്ലേ. പ്രൈമറി അതായത് ഹൈഡ്രോ കാർബൺസും NOxും ആണ് പ്രൈമറി. അത് അത് റിയാക്ഷൻ നടന്നിട്ട് സെക്കൻഡറി പൊല്യൂട്ടൻസ് ഉണ്ടാവും. അതാണ് ഫോട്ടോകെമിക്കൽ സ്മോക്ക്. സോ ഹൗ വി ക്യാൻ പ്രിവെൻറ്റ് ഇറ്റ്? യൂസ് കാറ്റലിറ്റിക് കൺവെർട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡ്. കൺവെർട്ടർ അതായത് നമ്മുടെ വെഹിക്കിളിൻ്റെ എക്സോസ്റ്റ് ഗ്യാസിലാണല്ലോ ഇതൊക്കെ ഉണ്ടാവുക. അപ്പോൾ ആ എക്സോസ്റ്റ് പോകുന്ന പൈപ്പിൽ കാറ്റലിറ്റിക് കൺവെർട്ടർ വയ്ക്കുക. അപ്പോൾ അതെന്ത് ചെയ്യും? ഇതിൻ്റെ എമിഷനെ അത് പ്രിവെൻറ്റ് ചെയ്യും. സോ യൂസ് ഓഫ് കാറ്റലിറ്റിക് കൺവെർട്ടർ ക്യാൻ പ്രിവെൻറ്റ് ദ എമിഷൻ. പിന്നെ ഫോസിൽ ഫ്യൂൽസിന് പകരം നമ്മൾ LPG, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, അല്ലെങ്കിൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസൊക്കെ ഉപയോഗിക്കുക. ഫോസിൽ ഫ്യൂൽ ഉണ്ടാകുമ്പോഴാണ് ഈ നൈട്രജനൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യാം നമുക്ക്. പിന്നെ എന്ത് ചെയ്യുക? യൂസ് ബൈസിക്കിൾസ്. നമ്മൾ വാഹനങ്ങളൊക്കെ ഒഴിവായിട്ട് ബൈസിക്കിൾസ് യൂസ് ചെയ്യുക. സ്വയം ഒരാൾക്ക് വേണ്ടിയിട്ട് കാർ എടുക്കാതെ അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ ബസ്സോ ട്രെയിനോ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ നമ്മൾ പ്രിഫർ ചെയ്യുക. ഇൻഡിവിജ്വലായിട്ട് യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ പറയുന്നത് ഈ ഒരു ഫ്രീ റാഡിക്കൽസ് പറഞ്ഞിട്ടുള്ളൊരു പ്രത്യേക തരം ഫ്രീ റാഡിക്കൽസ് പറഞ്ഞിട്ടുള്ളൊരു മോളിക്യൂൾസ് ഉണ്ട്. അതാണ് ഈ ഫോട്ടോകെമിക്കൽ സ്മോഗ് കാരണമാവുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സ്പ്രേ ചെയ്യുക ചില കെമിക്കൽസ്, അത് ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കുന്നതായിരിക്കും. ആ ഫ്രീ റാഡിക്കൽസ് ഈ ഫോട്ടോകെമിക്കൽ സ്മോഗ് ഉണ്ടാവാൻ കാരണമാവുന്ന ഫ്രീ റാഡിക്കൽസായിട്ട് കമ്പൈൻ ചെയ്ത് അത് ന്യൂട്രലൈസ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ അങ്ങനൊരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ചില പ്ലാന്റ്സ് ലൈക്ക് പൈനസ്, ജൂനിപ്പറസ് എന്നൊക്കെ പറഞ്ഞുള്ള പ്ലാന്റ്സിന് ഈ NOxനെ മെറ്റബിളൈസ് ചെയ്യിക്കാനുള്ള എബിലിറ്റി ഉണ്ട്. അപ്പോൾ NOxൻ്റെ എമൗണ്ട് കുറയും. സോ ദീസ് ആർ ദ പ്രിവെൻറ്റീവ് മെഷേഴ്സ് ടു കൺട്രോൾ ദ ഫോട്ടോകെമിക്കൽ സ്മോക്ക്. കാറ്റലിറ്റിക് കൺവെർട്ടർ യൂസ് ചെയ്യുക, LPG, CNG യൂസ് ചെയ്യുക ഇൻസ്റ്റെഡ് ഓഫ് ഫോസിൽ ഫ്യൂൾസ്. നമ്മൾ ബൈസിക്കിൾ യൂസ് ചെയ്യുക, കാറ് മറ്റതിൻ്റെയൊക്കെ ഉപയോഗം കുറയ്ക്കുക. ദെൻ ഫ്രീ റാഡിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മൾ സ്പ്രേ ചെയ്യുക. ദെൻ പ്ലാന്റ്സിനെയൊക്കെ ഇംപ്ലാന്റ് ചെയ്യിക്കുക. അപ്പോൾ ദാറ്റ് വിൽ മെറ്റബിളൈസ് നൈട്രോക്സൈഡ്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ഫോട്ടോകെമിക്കൽ സ്മോക്ക്. അപ്പോൾ നമ്മൾ സ്മോഗ് പഠിച്ചു. സ്മോക്ക് ആൻഡ് ഫോഗിൻ്റെ കോമ്പിനേഷനാണ്. രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ലണ്ടൻ സ്മോഗും ലോസ് ഏഞ്ചൽസ് സ്മോഗും. ലണ്ടൻ സ്മോഗിനെ നമ്മൾ സൾഫ്യൂറസ് സ്മോഗ് എന്നുകൂടി പറയും, കാരണം സൾഫറിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്. അല്ലെങ്കിൽ ക്ലാസിക്കൽ സ്മോഗ് എന്നുണ്ട്. ലണ്ടനിൽ 1950 അത് ഫസ്റ്റ് ഒബ്സർവ് ചെയ്തത്. ഒരു ഡാർക്ക് ഗ്രേ ഹേസാണ്, യൂഷ്വലി ഫൗണ്ട് ഇൻ കൂൾ ഹ്യൂമിഡ് ക്ലൈമറ്റിലാണ്. വിൻ്റർ മോർണിംഗിലാണ് ഇത് ഫോം ചെയ്യാനുള്ള ഇതാണ് അതിൻ്റെ കോമ്പിനേഷൻ. സൾഫറിൻ്റെ ഓക്സൈഡ് ഉണ്ടായിരിക്കാം. ദെൻ SO2, SO3, H2SO4 ഇതൊക്കെ ഉണ്ടായിരിക്കാം. ദെൻ ഇതിനെ നമുക്ക് എന്ത് പറയാം?
റെഡ്യൂസിങ് സ്മോഗ് എന്ന് കൂടി പറയാം, കാരണം സൾഫർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് അതിനെ നമ്മൾ റെഡ്യൂസിങ് സ്മോഗ് എന്ന് കൂടി പറയുന്നു. ദെൻ റീസൺ എന്ന് പറയുന്നത് സൾഫർ കണ്ടെയ്നിങ് ഫ്യൂവൽ ബേൺ ചെയ്യുന്നത് കൊണ്ടാണ്. ഡിട്രിമെൻ്റൽ എഫക്റ്റ് ഇറിറ്റേഷൻ ടു ഐസ്, നോസ്, ത്രോട്ട്, ബ്രോങ്കൈറ്റിസ്, റെസ്പിറേറ്ററി പ്രോബ്ലംസ്, വിസിബിലിറ്റി കുറഞ്ഞിട്ട് ആക്സിഡൻസ് ഒക്കെ ഉണ്ടാക്കും. പിന്നെ നമ്മൾ പഠിച്ച ലോസ് ഏഞ്ചലസ് സ്മോഗ് അല്ലെങ്കിൽ ഫോട്ടോകെമിക്കൽ സ്മോഗ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഓക്സിഡൈസിങ് സ്മോഗ് എന്ന് പറയുന്നു. അത് വാം ഡ്രൈ ക്ലൈമറ്റിലാണ് ഉണ്ടാവുക. ഇതെല്ലാമാണ് അതിൻ്റെ കോമ്പോസിഷൻ. ദെൻ നമ്മൾ അതിൻ്റെ ഫോർമേഷൻ പഠിച്ചു. പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറി ഉണ്ടാവുന്നു. അപ്പോൾ പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറി ഉണ്ടാവുന്ന പ്രോസസ്സാണ് ഇതൊക്കെ. ദെൻ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് അതിലുള്ള പ്രധാനപ്പെട്ട ആൾക്കാരാണ്. ദെൻ ഡിട്രിമെൻ്റൽ എഫക്റ്റ് ഇറിറ്റേഷൻ ഉണ്ടാക്കും, റെസ്പിറേറ്ററി പ്രോബ്ലം, കാർസിനോജനിക് ആണ്, നോസ് ത്രോട്ട് പ്രോബ്ലം, പ്ലാന്റ്സിനെ എഫക്റ്റ് ചെയ്യും, ക്രാക്കിംഗ് ഓഫ് റബ്ബർ, ഡീകളറേഷൻ ഒക്കെ ഉണ്ടാക്കും. ദെൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാറ്റലൈറ്റിക് കൺവേർട്ടർ ഉപയോഗിക്കാം, LPG CNG ഉപയോഗിക്കാം, ബൈസിക്കിൾ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ദെൻ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യുന്ന മെറ്റീരിയൽസ് നമുക്ക് സ്പ്രേ ചെയ്യാം. ചില പ്ലാന്റ്സ് ലൈക്ക് പൈനസ്, ജൂനിപ്പറസ്, പൈറസ് ഇതൊക്കെ NOx മെറ്റബോളിസത്തിന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് NOx എമൗണ്ട് കുറയ്ക്കാം.